മുട്ടുവേദന കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പെയിൻ ഫിസിഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന മിക്കവാറുമുള്ള പേഷ്യൻസ്, മുട്ടുവേദനയുള്ള പേഷ്യൻസ് പറയുന്ന കംപ്ലയിൻസ് ആണ് അവർക്ക് ഇരുന്നിട്ട് എണീക്കാനുള്ള ബുദ്ധിമുട്ട്, മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ട്, പടി കയറാനും ഇറങ്ങാനും ഉള്ള ബുദ്ധിമുട്ട്. പല ട്രീറ്റ്മെൻറ്റ്സും അവർ ചെയ്തിട്ടുണ്ടാകാം. ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടാവാം, ചില ആയുർവേദിക് മസാജ് ചെയ്തിട്ടുണ്ടാകാം. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി മാത്രമാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞ് അതിനോടുള്ള മടി കാരണവും പേടി കാരണവും വേദന സഹിച്ച് ജീവിക്കുന്ന ആളുകളാവാം നിങ്ങൾ. പിന്നെ ചിലരുണ്ട്, അവർ സർജറി കഴിഞ്ഞിട്ടും വേദന അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് RFA എന്നുള്ള ട്രീറ്റ്മെൻറ്റ്. RFA എന്ന് പറയുന്നത് ഒരു FDA അപ്രൂവ്ഡ് ആയിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. നമ്മൾ വളരെ പ്രിസൈസായിട്ട് പെയിൻ സെൻസിങ് നെർവ്സിനെ മാത്രമായിട്ട് മരവിപ്പിക്കുന്ന പ്രൊസീജിയറാണ് RFA എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോബ്സും കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അൾട്രാസൗണ്ടും ഫ്ലൂറോസ്കോപ്പിയും യൂസ് ചെയ്ത് പെയിൻ സെൻസിങ് നെർവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വളരെ പ്രിസൈസായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ RFA എന്ന് പറയുന്നത്. ഇതൊരു OP ബേസ്ഡ് പ്രൊസീജിയറാണ്. ഇതിൽ സ്റ്റിറോയിഡോ മറ്റൊരു മെഡിസിനോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഇത് സേഫാണ്. പല കോമോബിഡിറ്റീസ്, കാർഡിയാക്, റീനൽ, അങ്ങനെ ഇപ്പം ബൈപ്പാസ് ചെയ്തിട്ടുള്ളവർ, നമ്മുടെ പേസ് മേക്കർ വെച്ചിട്ടുള്ളവർ, ഇങ്ങനെയുള്ള എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് RFA എന്നുള്ളത്. നിങ്ങൾ മുട്ടുവേദന കാരണം ബുദ്ധിമുട്ടുന്നവരും സർജറി മാത്രമാണ് നിങ്ങൾക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്നും വിചാരിച്ച് വേദന സഹിക്കുന്നവരാണെങ്കിൽ RFA നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്.